കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ റിവേഴ്സ് കേരള .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ നമ്പരിട്ട് നൽകിയിരിക്കുന്നു. തുറന്ന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് ഫാമിലി ഉബുണ്ടു, ഫോണ്ട് സൈസ് 120%, ഫോണ്ട് കളർ മജന്ത. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് ചോദ്യം കൂടി പരിശോധിക്കാം. An article on rivers in Kerala is given in the file reverskerala.ott in the folder exam documents in home. Open this file in LibreOffice Writer and apply the style heading 1 to all the subheadings. Subheadings are numbered. Then make the following changes in the heading 1 style. Font family Ubuntu, font size 120%, font color magenta. Save the modified file in the folder exam10 in home with your register number _ question number as the file name. ഇത് ചെയ്യുവാനായി ആദ്യം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. ഹോം, എക്സാം ഡോക്യുമെൻറ്റ്സ്, റിവേഴ്സ് കേരള എന്ന ഫയൽ ഇവിടെ ഉണ്ട്, അത് തുറക്കുന്നു. ഇവിടെ ഈ നമ്പരിട്ട് നൽകിയിട്ടുള്ളതാണ് ഉപശീർഷകങ്ങൾ അഥവാ സബ് ഹെഡിങ്ങുകൾ. അതുകൊണ്ട് നമ്പരിട്ടവ ഓരോന്നും സെലക്ട് ചെയ്ത് അതിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. അടുത്തത് സെലക്ട് ചെയ്യുന്നു, അതിനും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകി. മൂന്നാമത്തെ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്യുന്നു. നാലാമത്തത് സെലക്ട് ചെയ്യുന്നു. അഞ്ചാമത്തത് സെലക്ട് ചെയ്യുന്നു. ഇനി എല്ലാത്തിനും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. സ്റ്റൈൽ നൽകിക്കഴിഞ്ഞാൽ സ്റ്റൈലുകൾക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശമുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റൈൽ ബോക്സിലെ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ദൃശ്യമായിരിക്കുന്ന സ്റ്റൈൽ പാലറ്റ് ശ്രദ്ധിക്കുക. അതിൽ ഹെഡിംഗ് എന്ന സ്റ്റൈലുണ്ട്. ഹെഡിംഗ് എന്നുള്ളതിൻ്റെ ഇടതുഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഹെഡിംഗ് 1 മാറ്റം വരുത്തേണ്ടത്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ എന്നതും മോഡിഫൈ എന്നതും കാണാം. ഇതിൽ മോഡിഫൈ എന്നതാണ് നമുക്ക് ആവശ്യം, കാരണം മാറ്റം വരുത്തുകയാണ്. അതുകൊണ്ട് മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് ഫാമിലി ഉബുണ്ടു ആക്കുവാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫോണ്ട് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ലിബറേഷൻ സാൻസ് ആണ്, അത് ഉബുണ്ടു ആക്കണം. അവിടെ ഉബുണ്ടു എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഫോണ്ട് സൈസ് 130% അത് 120 ആക്കണം. 120 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഫോണ്ട് കളർ മജന്തയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. അതിന് പകരം ഇവിടെ കളർ ബോക്സിൽ നിന്ന് മജന്ത എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. സബ് ഹെഡിങ്ങുകളിലെല്ലാം ആ മാറ്റം ഇവിടെ ദൃശ്യമായി കഴിഞ്ഞു. എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ആ മാറ്റം ദൃശ്യമായിട്ടുണ്ട്. പരിശോധിക്കാം. ഇനി ഈ ഫയൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. exam10 സെലക്ട് ചെയ്യുന്നു. നെയിം എന്നതിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് കൊടുക്കുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യുന്നു. ഹോമിലെ exam10 നമ്മൾ സേവ് ചെയ്ത ഫയൽ വന്നിട്ടുണ്ട്.